വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഉടൻ കേസെടുക്കില്ല. പരാതിയിൽ നിയമോപദേശം തേടാനാണ് പോലീസിന്റെ തീരുമാനം. അതിനിടെ തൃശൂരിൽ BJP ജില്ലാ നേതാവിന്റെ മേൽവിലാസത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷനും വോട്ട് ചെയ്തതിന്റെ തെളിവ് പുറത്തുവന്നു. ആരോപണം നാടകമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം മാത്രം ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപിക്കെതിരെ TN പ്രതാപന്റെ പരാതി. പരാതിയിൽ തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ടെന്നാണ് ADGP തലത്തിൽ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് കേസായതിനാൽ ജില്ലാ വരണാധികാരിയായ കളക്ടർക്ക് കത്ത് നൽകും. BJPക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തള്ളി. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. അവർക്കുണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം, അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ. അതൊന്നും ചെയ്യില്ല. ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക, നുണ പറഞ്ഞിങ്ങനെ നടക്കുക, ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം. ഇതിനിടെ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകൾ 24-ന് ലഭിച്ചു. തൃശൂരിൽ BJP ജില്ലാ നേതാവിന്റെ മേൽവിലാസത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ V ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തതിന്റെ തെളിവാണ് പുറത്തു വന്നത്. മലപ്പുറത്ത് വോട്ടുള്ള V ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചെയ്തത് ജില്ലാ വൈസ് പ്രസിഡന്റ് V ആതിരയുടെ വിലാസത്തിലാണ്. തൃശൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്നാണ് V ഉണ്ണികൃഷ്ണന്റെ ന്യായീകരണം. അതേസമയം ഇന്നലെ ഉണ്ടായ CPIM BJP സംഘർഷത്തിൽ 70 പേർക്കെതിരെ കേസെടുത്തു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.